നമസ്കാരം, എന്റെ പേര് ഡോക്ടർ ത്രിദിയ. ഞാൻ യൂണിറ്റി മെഡിക്കൽ സെന്റർ നെടുവത്തൂരിലെ കൺസൾട്ടന്റ് പൾമണോളജിസ്റ്റ് ആണ്. ഇത് മെന്റൽ ഹെൽത്തിനെ കുറിച്ചിട്ടുള്ള ഒരു അവയർനെസ് വീഡിയോ ആണ്. അതായത് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഡിപ്രഷൻ അല്ലെങ്കിൽ ആൻസൈറ്റി. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പേഷ്യൻസ് എപ്പോഴും അവരുടെ ഈ ഡിപ്രഷൻ വന്നാലും ആൻസൈറ്റി വന്നാലും നിങ്ങൾ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണുക അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെ കാണുക, കൌൺസിലിംഗ് എടുക്കുക. അപ്പൊ അങ്ങനെ മിക്ക പേഷ്യൻസും ശ്രദ്ധിക്കാറില്ല. അങ്ങനെ ഒരു ആൻസൈറ്റി ഉള്ള ഒരു പേഷ്യന്റ് അതൊക്കെ കുറെ കാലങ്ങൾ ട്രീറ്റ് ചെയ്യാതെ അല്ലെങ്കിൽ നിങ്ങൾ ഒരു പ്രോപ്പർ കൌൺസിലിംഗ് എടുക്കാതെ വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നീട് അത് ആൻസൈറ്റി ഡിസോർഡർ എന്നുള്ള ഒരു രോഗാവസ്ഥയിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ചെറിയ ഡിപ്രഷൻ, അത് ആദ്യമേ തന്നെ നിങ്ങൾ അതിന്റെ പ്രോപ്പർ കൌൺസിലിംഗ് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് അതൊരു ഡിപ്രസീവ് ഡിസോർഡർ അങ്ങനെയുള്ള ഒരു രോഗാവസ്ഥയിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതായത് എന്ത് മാനസിക ബുദ്ധിമുട്ടുള്ള പേഷ്യൻസ് ആണെങ്കിലും അവര് പ്രോപ്പർ ആയിട്ട് അതിന്റെ ഉള്ള സൈക്കോളജിസ്റ്റിനെ കണ്ടിട്ട് അവർക്ക് കൌൺസിലിംഗ് എടുക്കാം, അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റിനെ കണ്ടിട്ട് കൌൺസിലിംഗ് എടുക്കാം. എപ്പോഴും അത് ഒരു ടാബ്ലറ്റ്സ്, അതായത് ഒരു മെഡിസിൻസ് വെച്ചിട്ട് അവര് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യില്ല. എപ്പോഴും അതിന്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ എപ്പോഴും കൌൺസിലിംഗ് വെച്ചിട്ട് തന്നെയായിരിക്കും ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് എല്ലാ പേഷ്യൻസും, അതായത് മിക്കപ്പോഴും യങ് ആയിട്ടുള്ള പേഷ്യൻസ് പ്രത്യേകിച്ചും അതിനെപ്പറ്റി അവെയർ ആയിരിക്കേണ്ടതാണ്.